കോൺഗ്രസിലെ കാസ്റ്റിംഗ് കൗച്ച് ആരോപണം ഞെട്ടിക്കുന്നതെന്ന് എ.കെ. ബാലൻ. ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവിൽ നിന്ന് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ മറുപടി പറയണം. ആരോപണം ഉയരുമ്പോൾ എം.എൽ.എമാർ രാജിവെക്കണമെന്ന് പറയുന്നത് ജനാധിപത്യ രീതിയല്ലെന്നും എ.കെ. ബാലൻ പറഞ്ഞു. AICC വനിതാ അംഗമാണ് ഗുരുതരമായ കോൺഗ്രസിലെ കാസ്റ്റിംഗ് കൗച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയാണ് പ്രധാന ആരോപണം. ആരോപണത്തിൽ കേസെടുത്താൽ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ രാജിവെക്കാൻ തയ്യാറാകുമെന്നും എ.കെ. ബാലൻ ചോദിച്ചു. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയ ഒരു പരാമർശം അവർ പറഞ്ഞത്, പ്രീതിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ ഞാൻ വന്നില്ല. അപ്പോൾ ഇതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറുപടി പറയണം. അവർ AICC മെമ്പറാണ്, മുൻ PSC മെമ്പറായിരുന്നു, കോൺഗ്രസ്സിന് വേണ്ടി ആലപ്പുഴ ജില്ലയിൽ നിയമസഭയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്. എല്ലാവർക്കും അറിയാവരെ. ആരോപണത്തിന്റെ പേരിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തവർ രാജിവെക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പ്രതിപക്ഷ നേതാവ് ഓർക്കുന്നത് നല്ലതാണെന്നും എ.കെ. ബാലൻ. ഇവിടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ രാജി PT ചാക്കോൻ്റെ രാജിയാണ്. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടാത്തൊരു കേസായിരുന്നു. നമ്മുടെ കുന്നംകുളം MLA ആയിരുന്ന മന്ത്രിയായിരുന്ന വിശ്വനാഥൻ ഒരു പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന സമയത്ത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു, പരാമർശം വന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ രാജിവെക്കണം. പക്ഷെ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എക്സോണറേറ്റ് ചെയ്തു, നിരപരാധിയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് കാലാവധി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റബോധത്തിന് ഞാൻ അടിമപ്പെട്ടത് വിശ്വനാഥനെ രാജിവെപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. സിനിമാ മേഖലയിൽ ഉയർന്ന ആരോപണത്തിന്റെയും പരാതിയുടെയും പേരിൽ M. മുകേഷ് MLA രാജിവെക്കണമെന്ന മുറവിളിയാണ് പ്രതിപക്ഷം നടത്തുന്നത്. എന്നാൽ നിലവിലെ UDF MLA M. വിൻസെന്റ് സ്ത്രീപീഡന പരാതിയിൽ 90 ദിവസം ജയിലിൽ കിടന്നതും എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ പരാതിയും പ്രതിപക്ഷ നേതാവും സംഘവും മനഃപൂർവ്വം മറക്കുകയാണ്. മുൻകാല ചരിത്രം കൂടി ഓർമ്മിപ്പിച്ചാണ് പ്രതിപക്ഷത്തിന് എ.കെ. ബാലൻ ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.